പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ സെക്കൻഡ് ഇയർ ഫിസിക്സിലെ 12ാമത്തെ ചാപ്റ്റർ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ആറ്റംസ് എന്നുള്ള ചാപ്റ്റർ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആറ്റംസ് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലെ പഠിച്ച കാര്യമാണ്. കെമിസ്ട്രിയിലും ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള പ്രധാന ഭാഗങ്ങൾ തോംസൺ മോഡൽ ഓഫ് ആറ്റം, റൂദർഫോർഡ് ന്യൂക്ലിയർ മോഡൽ, അതേപോലെ തന്നെ ബോർ ആറ്റോമിക് മോഡൽ തുടങ്ങിയ ആറ്റംസിന്റെ മോഡലുകളാണ്. ഇതെല്ലാം നിങ്ങൾ ഒരിക്കൽ പഠിച്ചതാണ്, +1 പഠിച്ചതാണ് കെമിസ്ട്രിയിൽ. നമുക്ക് നോക്കാം. ഫസ്റ്റ് തോംസൺ മോഡൽ ഓഫ് ആറ്റം. തോംസൺ മോഡൽ ഓഫ് ആറ്റം ആണ് ഫസ്റ്റ് ആറ്റം മോഡൽ. ആറ്റത്തിന് ഒരു മോഡൽ കൊടുത്തത്, ആദ്യമായിട്ടൊരു മോഡൽ കൊടുത്തത് തോംസൺ ആണ്. Thomson, according to Thomson, the positive charge of atom is uniformly distributed throughout the volume of the atom. ആറ്റത്തിന്റെ മൊത്തം വോളിയത്തിൽ പോസിറ്റീവ് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് ആർ എംബഡഡ് ഇൻ ഇറ്റ് ലൈക്ക് സീഡ്സ് ഇൻ വാട്ടർമെലൺ. അതിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ എന്തുണ്ടാവും? ഇലക്ട്രോൺസുകൾ ഉണ്ടാവും, നെഗറ്റീവ് ചാർജിലെ ഇലക്ട്രോണുകൾ ഉണ്ടാവും. ഇതാണ് തോംസൺ മോഡൽ ഓഫ് ആറ്റം പറയുന്നത്. ഇതിനെ പ്ലം പുഡിംഗ് മോഡൽ എന്നും അറിയപ്പെടാറുണ്ട്. പുഡിങ്ങിൽ പ്ലംസ് ഉള്ളത് പോലെ ആണ് പോസിറ്റീവ്ലി ചാർജഡ് ആയിട്ടുള്ള സ്ഫിയറിൽ നെഗറ്റീവ്ലി ചാർജഡ് ഇലക്ട്രോൺസ് ഉണ്ടാവുക. ആറ്റത്തിന്റെ ഒരു ബേസിക് ഫീച്ചർ എക്സ്പ്ലെയിൻ ചെയ്യാനും ഈ മോഡൽ ഓഫ് ആറ്റത്തിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഫസ്റ്റ് മോഡൽ ഓഫ് ആറ്റം ആയതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നത്. ആകെ ഇതിനെ ഡിസ്കസ് ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ ആദ്യം ഇത് പറഞ്ഞ ആകെ ഒരു കാര്യം, ടോട്ടൽ നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജസ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ആർ ഈക്വൽ എന്ന് പറഞ്ഞിരുന്നു തോംസൺ മോഡൽ ഓഫ് ആറ്റം. അത് മാത്രമാണ് എന്ന് പറഞ്ഞാൽ ആറ്റം ആസ് എ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. ടോട്ടൽ പോസിറ്റീവ് ചാർജും ടോട്ടൽ നെഗറ്റീവ് ചാർജും ഈക്വൽ ആണ്. ഈ ഒരു കാര്യം മാത്രമാണ് തോംസൺ മോഡൽ ഓഫ് ആറ്റത്തിൽ ശരിയായിട്ടുള്ളത്. തോംസൺ മോഡൽ ഓഫ് ആറ്റത്തിന്റെ വാട്ടർമെലൺ മോഡൽ അല്ലെങ്കിൽ പിന്നെ നമ്മൾ പ്ലം പുഡിംഗ് മോഡൽ എന്നൊക്കെ അറിയപ്പെടാറുണ്ട്. കാരണം ഇവിടെ വാട്ടർമെലണിൽ നമ്മൾ റെഡ് കളറിലുള്ള പോലെയാണ് പോസിറ്റീവ് ചാർജ്, അതിൽ സീഡ്സ് ഇൻ വാട്ടർമെലൺ എന്ന പോലെ ബ്ലാക്ക് കളറിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇലക്ട്രോൺസുകൾ ഇങ്ങനെ എംബഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് മോഡൽ ഓഫ് ആറ്റം. ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെ സാധ്യത കുറവാണിത്. നമുക്ക് പ്രധാനപ്പെട്ട രണ്ടാമത്തെ മോഡൽ റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം ആണ്. റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം ഡിസ്കസ് ചെയ്യണമെങ്കിൽ റൂദർഫോർഡിന്റെ എക്സ്പെരിമെന്റ് ആദ്യം പറയണം. ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്, അല്ലെങ്കിൽ റൂദർഫോർഡ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ്, അല്ലെങ്കിൽ ജിഗർ മാർസലിൻ എക്സ്പെരിമെന്റ്, ഇങ്ങനൊക്കെ അറിയപ്പെടാറുണ്ട്. റൂദർഫോർഡ് ആണ് ഈ ഐഡിയ കൊടുത്തത് 1906. 1911 ഇതിന്റെ എക്സ്പെരിമെന്റ് ചെയ്തത് റൂദർഫോർഡിനെ തന്നെ രണ്ട് പിന്നെ ശിഷ്യന്മാരായിട്ടുള്ള ജിഗറും മാർസലിനൊക്കെയാണ്. അതുകൊണ്ടാണ് ഇതിനെ ജിഗർ മാർസലിൻ എക്സ്പെരിമെന്റ് എന്നും പറയാറുള്ളത്. മറ്റേ രണ്ടുപേരും നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്, റൂദർഫോർഡ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് എന്നുള്ളതൊക്കെ നിങ്ങൾ കെമിസ്ട്രി തന്നെ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ജിഗർ മാർസലിൻ എക്സ്പെരിമെന്റ് പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു പേരും കൂടി ഇതിനുണ്ട്. പരീക്ഷയ്ക്ക് ഒരു വട്ടം അങ്ങനെയാണ് ചോദിച്ചത്, എക്സ്പ്ലെയിൻ ജിഗർ മാർസലിൻ എക്സ്പെരിമെന്റ് എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് തന്നെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവണം. ഇവിടെ ഉള്ളത് ഒരു സോഴ്സ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ കൊടുത്തു, ബിസ്മത്ത് ആണ് അവർ എടുക്കുന്നത്. എന്നിട്ട് പിന്നെ അതിൽ നിന്ന് ആൽഫ പാർട്ടിക്കിളിനെ അവർ ഇജക്ട് ചെയ്ത് നിങ്ങൾക്ക് ചിത്രത്തിലൂടെ കാണാൻ പറ്റും. റെഡ് കളറിൽ ആൽഫ പാർട്ടിക്കിൾ പോകുന്നുണ്ട്. ഈ ആൽഫ പാർട്ടിക്കിൾ വളരെ തിന്നായിട്ടുള്ള ഒരു ഗോൾഡ് ഫോയിലേക്ക് ചെന്ന് പതിപ്പിക്കും. വളരെ തിന്നായിട്ടുള്ള നമുക്കവിടെ ഗോൾഡ് ഫോയിൽ കാണാം, തിൻ ഗോൾഡ് ഫോയിൽ. അതിമ തട്ടിയിട്ട് കുറെ പിന്നെ ആൽഫ പാർട്ടിക്കിൾ നേരെ കടന്നു പോകും. മോസ്റ്റ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ ആണ് ഡിഫ്ലക്റ്റഡ്, അവിടെ എഴുതിയിട്ടുണ്ട്, നേരെ കടന്നു പോകും. വളരെ കുറച്ചൊക്കെ സ്കാറ്റർ ചെയ്യും, വളരെ കുറച്ച് മാത്രം ബാക്കിലേക്ക് തിരിച്ചു വരും. അത് എത്രത്തോളം സ്കാറ്റർ ചെയ്ത് പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഫ്ലൂറസെന്റ് സ്ക്രീൻ അവിടെ വെച്ചിട്ടുണ്ട്. ഈ സ്ക്രീനിൽ ബ്രൈറ്റ് ഫ്ലാഷസ്, ഈ ആൽഫ പാർട്ടികൾ വന്ന അവിടെ ഇങ്ങനെ കുറെ വെളുത്ത ഡോട്ട് ഇങ്ങനെ വരും. അപ്പൊ നമുക്ക് ഇവിടെ ആൽഫ പാർട്ടികൾ എവിടെയാണ് കൂടുതൽ വന്നിട്ടുണ്ടാവുക എന്ന് മനസ്സിലാവും. അങ്ങനത്തെ ഒരു എക്സ്പെരിമെന്റ് ആണിത്. നോക്കൂ, ദേ ഡയറക്റ്റഡ് എ ബീം ഓഫ് 5.5 million electron volt alpha particle emitted from a bismuth 83 to a thin gold foil of thickness 2.1 into 10⁻⁻⁷ meter. അപ്പൊ വളരെ തിന്നായിട്ടുള്ള ഒരു പിന്നെ ഗോൾഡ് ഫോയിൽ ആണ് അവർ എടുക്കുന്നത്. എന്തിനാണ് ഇത്രയും തിന്നായിട്ട് എടുക്കുന്നത്? കാരണം ഒരു പിന്നെ വളരെ തിന്നായിട്ട് എടുത്താലേ ഒരു ആൽഫ പാർട്ടിക്കിൾ കടന്നു വരുമ്പോൾ ഇത് ഒരു ആറ്റവുമായിട്ട് കൂട്ടിമുട്ടുള്ളൂ. അപ്പൊ നല്ല കട്ടിയിലുള്ള ഗോൾഡ്, പിന്നെ ഒരു ഗോൾഡിന്റെ ഷീറ്റാണ് നമ്മൾ എടുക്കുന്നത് വെച്ചാൽ ഒരു ആൽഫ പാർട്ടിക്കിൾ വരുമ്പോൾ അത് ഒരു ആറ്റത്തിനും ആവില്ല. കട്ടിയിലാകുമ്പോൾ ഒരുപാട് നമ്പർ ഓഫ് ആറ്റംസ് അവിടെ ഉണ്ടാവും. ഈ ആറ്റത്തിനുമായിട്ടൊക്കെ കൂട്ടിമുട്ടും. അങ്ങനെ പിന്നെ അല്ല, ഒരു ആറ്റത്തിന്റെ നമുക്ക് ഷേപ്പാണ് കിട്ടേണ്ടത്. ഒരു ആറ്റത്തിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, ഒരു മോഡൽ എങ്ങനെയാണ് എന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ആറ്റത്തിന്റെ ഒരു സൈസിലേക്കുള്ള പിന്നെ ഒരു ഷീറ്റാണ് എന്ന് പറഞ്ഞാൽ വളരെ 2.1 into 10⁻⁷
വളരെ തിന്നായിട്ടുള്ള ഒരു ഗോൾഡ് ഫോയിലാണ് എടുക്കുന്നത്. അതിലേക്ക് വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ആൽഫ പാർട്ടികളെ കൊണ്ട് ഇടിപ്പിക്കുകയാണ്. അപ്പൊ ലെഡ് കാവിറ്റി അവിടെ ചിത്രത്തിൽ കാണാം. ഈ ഒരു ചിത്രം വരക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഈ ചിത്രം എല്ലാവരും വരക്കണം, പഠിക്കണം. പരീക്ഷയ്ക്ക് ഇത് ചോദിക്കുകയാണെങ്കിൽ ഈ ചിത്രമാണ് നിങ്ങൾ വരക്കേണ്ടത്. അപ്പോൾ ഒരു ലെഡ് കാവിറ്റി എടുത്തു. ലെഡ് കാവിറ്റിന്റെ ഉള്ളിലാണ് ബിസ്മത്ത് 83 എന്നുള്ള റേഡിയോ ആക്റ്റീവ് സാമ്പിൾ, പിന്നെ സോഴ്സ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ വെക്കുന്നത്. അവിടെ നമുക്ക് ലെഡ് കാവിറ്റി എടുക്കാനുള്ള കാരണം, പിന്നെ ഇത് ലെഡ് കാവിറ്റി ആകുമ്പോൾ റേഡിയേഷൻസിനെ എല്ലാ ഭാഗത്തും കടത്തി വിടൂല. ആകളിലെ ഒരു ചെറിയ ഹോളിലൂടെ മാത്രമേ പിന്നെ ആൽഫ പാർട്ടിക്കിൾ കടന്നു വരും. അതിനൊരു കൊളിമേറ്റർ വെച്ചിട്ട് കൊളിമേറ്റ് ചെയ്യും, വളരെ ഫൈൻ ബീമാക്കി മാറ്റും. അങ്ങനെ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു ഫൈൻ ബീം ഓഫ് ആൽഫ പാർട്ടിക്കിൾ വളരെ തിന്നായിട്ടുള്ള ഗോൾഡ് ഫോയിൽ വന്ന് പതിപ്പിക്കുമ്പോൾ ഒരുപാട് പിന്നെ പാർട്ടികളൊക്കെ നേരെ പോകും. മോസ്റ്റ് ഓഫ് ആൽഫ പാർട്ടികൾ പാസ് സ്ട്രൈറ്റ്, അവിടെ ചിത്രത്തിൽ കണ്ട് നേരെ കടന്നു പോകും. ബാക്കിയുള്ളതിനെ പിന്നെ കാണാൻ വേണ്ടിയിട്ട് ഒരു സിങ്ക് സൾഫൈഡ് സ്ക്രീൻ അവിടെ വെച്ചിട്ടുണ്ട്. ഈ സിങ്ക് സൾഫൈഡ് സ്ക്രീനിൽ വന്നിട്ട് ആൽഫ പാർട്ടിക്കിൾ വന്ന് ടച്ച് ചെയ്യുമ്പോൾ നമുക്കവിടെ മനസ്സിലാവും എവിടെയാണ് ആൽഫ പാർട്ടിക്കിൾ കൂടുതലായിട്ട് വന്നിട്ടുള്ളത് എന്നുള്ളത്. The scattered alpha particle were observed by a rotatable detector. അവിടെ ഒരു മൈക്രോസ്കോപ്പ് ഒക്കെ വെച്ചിട്ട് ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു റൊട്ടേറ്റബിൾ ഡിറ്റക്ടർ വെച്ചിട്ടുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും. The alpha particle produces bright scintillations on zinc sulfide screen which is observed by the detector. അപ്പോൾ ഈ നമ്മൾ പറഞ്ഞ സിങ്ക് സൾഫൈഡ് സ്ക്രീനിൽ ബ്രൈറ്റ് സിൻഡിലേഷൻ എന്ന് പറഞ്ഞാൽ ബ്രൈറ്റ് ഫ്ലാഷസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. അത് നമുക്ക് ഡിറ്റക്ടർ ഉപയോഗിച്ച് കാണാൻ പറ്റും. അങ്ങനെ എവിടെയാണ് കൂടുതൽ ആൽഫ പാർട്ടികൾ വന്നിട്ടുള്ളത്, നേരെയാണോ പോയിട്ടുള്ളത്, അതോ സ്കാറ്റർ ചെയ്തിട്ടാണോ, എത്ര ഡിഗ്രിയിലാണ് കൂടുതൽ സ്കാറ്റർ ചെയ്ത് പോകുന്ന ആൽഫ പാർട്ടികളിൽ എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകും. അങ്ങനെ അവര് പിന്നെ ഒരു ഗ്രാഫ് വരച്ചപ്പോൾ അവർക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്റേർഡും സ്കാറ്ററിംഗ് ആംഗിളും തമ്മിൽ ഒരു ഗ്രാഫ് വരച്ചപ്പോൾ വളരെ സ്മോൾ ആംഗിളാണ് കൂടുതൽ നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് ഉള്ളത്. 180 ഡിഗ്രിയിലൊക്കെ സ്കാറ്റർ ചെയ്ത് വരുന്നത് വളരെ കുറവാണ് എന്ന് അവർക്ക് മനസ്സിലായി. ഇതിന്റെ ഒരു ഒബ്സർവേഷൻ നിങ്ങൾ കെമിസ്ട്രി ക്ലാസ്സിലൊക്കെ ഇതിന്റെ ഒബ്സർവേഷൻ ഒക്കെ പഠിച്ചതാണ്. നമുക്ക് ഒബ്സർവേഷൻ ഇങ്ങനെ കൊടുക്കാം. നമ്മൾ പ്രിന്റഡ് നോട്ടിൽ ഞാൻ കുറച്ച് വേറെ നിങ്ങൾ കെമിസ്ട്രി പഠിച്ച അതേ മോഡൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്, അത് പഠിച്ചാലും മതി. ഒന്നാമത് മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് പാസ് സ്ട്രെയിറ്റ് ത്രൂ ദി ഗോൾഡ് ഫോയിൽ, അല്ലെ ഗോൾഡ് ഫോയിലൂടെ മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസും സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ആണ് കടന്നു പോകുന്നത്. വളരെ കുറച്ച് മാത്രം ആൽഫ പാർട്ടിക്കിൾ ചെറിയ ആംഗിളിൽ സ്കാറ്റർ ചെയ്യും. വളരെ കുറച്ച് ആൽഫ പാർട്ടിക്കിൾ മാത്രം ചിലപ്പോൾ റീട്രേസ് ചെയ്യും, റിട്ടേൺ ബാക്ക്, തിരിച്ചു വരും. അപ്പോൾ ഇതാണ് നമുക്ക് ഇതിൽ നിന്നുള്ള ഒബ്സർവേഷൻ. ഇതിൽ നിന്ന് റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റത്തിന്റെ ചില ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ്? ഒന്ന്, മോസ്റ്റ് ഓഫ് ദി പാർട്ട് ഓഫ് ദി ആറ്റം ഈസ് എംപ്റ്റി. ആറ്റത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഭാഗം മുഴുവൻ എംപ്റ്റി ആണ്. മോസ്റ്റ് ഓഫ് ദി പാർട്ട് ഓഫ് ദി ആറ്റം ഈസ് എംപ്റ്റി. കാരണം മാക്സിമം ആൽഫ പാർട്ടിക്കിൾ നേരെയാണ് കടന്നു വന്നിട്ടുള്ളത്. കാരണം ആൽഫ പാർട്ടിക്കിളിന് പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഇത് പിന്നെ വളരെ നേരെ കടന്നു വന്ന് അതിന്റെ അർത്ഥം അവിടെ ഒന്നും പിന്നെ ഇതിനെ ഡിഫ്ലക്ട് ചെയ്യാനോ ഒന്നുമില്ല. അതിന്റെ അർത്ഥം ആറ്റത്തിന്റെ മെയിൻ ഭാഗം മുഴുവനായിട്ട് എംപ്റ്റി ആണ്. ദി മോസ്റ്റ് ഓഫ് ദി പാർട്ട് ഓഫ് ദി ആറ്റം ഈസ് എംപ്റ്റി. ദി എൻറ്റയർ, പിന്നെ വളരെ കുറച്ച് പിന്നെ മാത്രം ആൽഫ പാർട്ടിക്കിൾ സ്കാറ്റർ ചെയ്തിട്ടുണ്ട്. വളരെ കുറച്ച് ആൽഫ പാർട്ടിക്കിൾ മാത്രമേ ബാക്ക് വന്നിട്ടുള്ളൂ, റീട്രേസ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ റീട്രേസ് ചെയ്ത് തിരിച്ചു വരാനുള്ള കാരണം ആൽഫ പാർട്ടിക്കിളിന് പോസിറ്റീവ് ചാർജ് ആണുള്ളത്. ഈ ആറ്റത്തിന്റെ ഉള്ളിൽ ഒരു പോസിറ്റീവ് ചാർജിൽ ഒരു ഭാഗം ഉണ്ടാവും. ഈ ഭാഗത്തിലേക്ക് ഡയറക്റ്റ് ഹെഡ് ടു ഹെഡ് കൊളൈഡ് ചെയ്യുന്ന ആൽഫ പാർട്ടിക്കിൾസ് മാത്രമാണ് നേരെ തിരിച്ചു വരിക. അപ്പോൾ ആറ്റത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ പോസിറ്റീവ് ചാർജ് ഒക്കെ പാടെ ആകെ പരന്നു കിടക്കുന്നില്ല, തോംസൺ മോഡൽ ഓഫ് ആറ്റം പറഞ്ഞ പോലെ. പിന്നെ അതെല്ലാം ഒരു ഭാഗത്ത്, വളരെ ചെറിയൊരു ഭാഗത്ത് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് കിടക്കുന്നുണ്ട്. ഇതിനെ ന്യൂക്ലിയസ് എന്ന് പേരും വിളിച്ചു റൂദർഫോർഡ്. ദ എൻറ്റയർ പോസിറ്റീവ് ചാർജ് ആൻഡ് മോസ്റ്റ് ഓഫ് ദി മാസ് ഓഫ് ദി ആറ്റം must be concentrated in a tiny central core of the atom. It is called atomic nucleus. അപ്പോൾ റൂദർഫോർഡ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ട പോയിന്റുകളാണ് നമ്മൾ താഴെ കൊടുക്കുന്നത്. ഒന്ന്, മോസ്റ്റ് ഓഫ് ദി പാർട്ട് ഓഫ് ദി ആറ്റം ഈസ് എംപ്റ്റി. രണ്ടാമത്, എൻറ്റയർ പോസിറ്റീവ് ചാർജ് ആൻഡ് മോസ്റ്റ് ഓഫ് ദി മാസ് ഓഫ് ദി ആറ്റം. മോസ്റ്റ് ഓഫ് ദി മാസ് ഓഫ് ദി ആറ്റം എന്ന് പറഞ്ഞാൽ ഒരു ആറ്റത്തിന്റെ മാസിന്റെ 99.9% എവിടെ ഉണ്ടാവുക? ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ഉണ്ടാവുക. കാരണം നമുക്കറിയാം ഇന്ന് ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉള്ളത്. അതിനാണ് വളരെ മാസ് ഉള്ളത്. ഇലക്ട്രോണിന് കമ്പാരിറ്റീവ്ലി മാസ് കുറവാണ്. അതുകൊണ്ട് തന്നെ മോസ്റ്റ് ഓഫ് ദി മാസും 99.9% മാസും ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് ഉണ്ടാവുക. മാത്രമല്ല ഇത് വളരെ ചെറുതാണ്. ഈ മസ്റ്റ് ബി കോൺസെൻട്രേറ്റഡ് ഇൻ എ ടൈനി സെൻട്രൽ കോൾ. വളരെ ചെറിയൊരു സെൻട്രൽ ഭാഗത്താണ് ഇത് കൂടി ചേർന്നിട്ടുള്ളത്. എത്രത്തോളം ചെറുതാണ് അതിന്റെ ഒരു സൈസ് ഒക്കെ നമുക്ക് അസ്യൂം ചെയ്യണമെങ്കിൽ, നമുക്കിപ്പോ നമ്മളൊരു ക്ലാസ് റൂമിന്റെ സൈസ് ആണ് ഒരു ആറ്റത്തിന് നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ, നമ്മളെ ക്ലാസ് റൂമിന്റെ അത്ര സൈസ് ഒരു ആറ്റം ഉണ്ടെങ്കിൽ, വളരെ ചെറുതാണ് നമ്മൾ അസ്യൂം ചെയ്യാം, ആറ്റത്തിന് അത്ര സൈസ് ഉണ്ടെങ്കിൽ, ആ ക്ലാസ് റൂമിന്റെ ഉള്ളിൽ നമ്മളൊരു പെന്നോണ്ട് അല്ലെങ്കിൽ നമ്മളൊരു പിന്നെ മാർക്കർ കൊണ്ട് ഒരു ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ എത്ര വലുപ്പം ഉണ്ടാവും? ആ ക്ലാസ് റൂം വെച്ച് നോക്കുമ്പോൾ ആ ഡോട്ടിന് അത്ര വലുപ്പമേ ഉണ്ടാവുള്ളൂ ആറ്റം വെച്ച് നോക്കുമ്പോൾ ന്യൂക്ലിയസിന്. അപ്പൊ അത്രയും ചെറുതാണ് ന്യൂക്ലിയസ് എന്നുള്ളത്.
മറ്റൊന്ന് ദ സൈസ് ഓഫ് ദി ന്യൂക്ലിയസ്. നോക്കൂ, സൈസ് ഓഫ് ദി ന്യൂക്ലിയസ് ഈസ് അബൌട്ട് 10⁻⁻15. ആറ്റത്തിന്റെ മൊത്തം സൈസ് 10⁻10⁻10 ആണ്. എന്നാൽ ന്യൂക്ലിയസിന്റെ സൈസ് 10⁻15 അതിന്റെ ഓർഡറിലേ ഉള്ളൂ. വളരെ ചെറുതാണ് ന്യൂക്ലിയസ്. ദ ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഇൻ സ്പെസിഫിക് ഓർബിറ്റ്. ഇലക്ട്രോൺസുകൾ ആറ്റത്തിന് ചുറ്റും, ന്യൂക്ലിയസിന് ചുറ്റും ഒരു സ്പെസിഫിക് ഓർബിറ്റിലൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദ സെൻട്രിപിറ്റൽ ഫോഴ്സ്, അങ്ങനെ പിന്നെ റിവോൾവ് ചെയ്യണമെങ്കിൽ, സർക്കുലർ പാത്തിൽ ഇങ്ങനെ റിവോൾവ് ചെയ്യണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള സെൻട്രൽ ഫോഴ്സ് പ്രൊവൈഡ് ഉണ്ടാവുക ഈസ് പ്രൊവൈഡഡ് ബൈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ഉണ്ട്. അപ്പൊ ഇലക്ട്രോണും ഈ ന്യൂക്ലിയസും, ഈ പോസിറ്റീവ് ചാർജും ഈ നെഗറ്റീവ് ചാർജും തമ്മിൽ ഒരു ഫോഴ്സ് വരും, ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് വരും, കൂളും ഫോഴ്സ് വരും. ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്, കൂളും ഫോഴ്സ് ആണ് ആവശ്യമായ സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ നമ്മൾ 5 പോയിന്റുകളാണ് ഡിസ്കസ് ചെയ്തത്. ഇത് പഠിക്കണം. വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റൂദർഫോർഡ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം, അല്ലെങ്കിൽ വാട്ട് ആർ ദി എക്സ്പ്ലനേഷൻ, അല്ലെങ്കിൽ വാട്ട് ആർ ദി ഇൻഫറൻസസ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ള പോയിന്റുകളാണ്. ഒന്ന്, മോസ്റ്റ് ഓഫ് ദി പാർട്ട് ഓഫ് ദി ആറ്റം ഈസ് എംപ്റ്റി. രണ്ടാമത്തത്, ദ എൻറ്റയർ മാസ് and the entire charge and the most of the mass of the atom is concentrated in a tiny central core called the nucleus. The size of the nucleus is 10⁻⁻15, whereas atomic size is 10⁻⁻10 meter. The electrons are revolving around the nucleus in specific orbit. The centripetal force required for the revolution of electron is provided by the electrostatic force of attraction between electrons and the nucleus. ഇതാണ് നമുക്ക് റൂദർഫോർഡ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റത്തിൽ പഠിക്കാനുള്ളത്. ഇനി ആൽഫ പാർട്ടിക്കിൾ ഒരു ട്രജക്ടറി അവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, നമ്മളിവിടെ 1 എന്ന് എഴുതിയ ആൽഫ പാർട്ടിക്കിൾ, പിന്നെ നമ്മൾ സോഴ്സിൽ നിന്നും വരുന്ന ആൽഫ പാർട്ടിക്കിൾ നേരെ വരികയാണ്. അത് ആറ്റോമിക് ന്യൂക്ലിയസിന്റെ നേരെ ഹെഡ് ടു ഹെഡ് വന്നു കഴിഞ്ഞാൽ അത് റീട്രേസ് ചെയ്യും. അപ്പൊ 1 ഇവിടെ റീട്രേസ് ചെയ്തത്. ഇനി രണ്ടാമത്തും 2ഉം 2' ഈ രണ്ടും ന്യൂക്ലിയസിന്റെ ഹെഡ് ടു ഹെഡ് അല്ല, സെൻട്രൽ ലൈൻ ഓഫ് ന്യൂക്ലിയസിന് കുറച്ചും കൂടി മുകളിലായിട്ടാണ്, അല്ലെങ്കിൽ കുറച്ച് തെറ്റിയിട്ടാണ് വരുന്നത്. അത് പിന്നെ നേരെ ഇങ്ങനെ കടന്നു വരും. അപ്പോൾ പോസിറ്റീവ് ചാർജ് ഉള്ളതാണ്, പോസിറ്റീവ് ചാർജിൽ ആൽഫ പാർട്ടിക്കിൾ, ആറ്റോമിക് ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ് തന്നെ ഉള്ളത് ന്യൂക്ലിയസിന്. അപ്പോൾ അത് രണ്ടും ഇങ്ങനെ വരുമ്പോൾ ആ പോസിറ്റീവ് ചാർജും വരുമ്പോൾ ഒരു ചെറിയ റിപ്പൽഷൻ ഉണ്ടാവും. അതിന്റെ പ്രസൻസിൽ ഇതൊന്നൊന്ന് സ്കാറ്റർ ചെയ്ത്, ഒന്ന് റിഫ്ലക്ട് ചെയ്തിട്ട് വേറൊരു ആംഗിളിൽ അവിടെ പോകും. ഇനി 3 അല്ലെങ്കിൽ 3' എന്ന് കാണിച്ചത് രണ്ടും നിങ്ങൾക്ക് കാണാൻ പറ്റും, കുറച്ചും കൂടി അപ്പുറത്ത് കൂടെയാണ് വരുന്നത്. അത് നേരെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ പോസിറ്റീവ് ചാർജിലെ ന്യൂക്ലിയസിന്റെ പ്രസൻസിൽ അതിന്റെ ഡയറക്ഷൻ ഒന്നിങ്ങനെ കുറച്ചും കൂടി ചേഞ്ച് ചെയ്ത് പോകും. ഇനി നമ്മൾ ബാക്കിയുള്ള ഏത് ആൽഫ പാർട്ടികൾ വരയ്ക്കുകയാണെങ്കിലും അതൊക്കെ നേരെയാണ്, വിത്തൗട്ട് എനി ഡീവിയേഷൻ നേരെ ഇങ്ങനെ കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പോൾ വളരെ കുറച്ച് പാർട്ടികൾ മാത്രമേ ഡിഫ്ലക്ട് ചെയ്യുള്ളൂ, കൂടുതലും നേരെയാണ് കടന്നു പോകുന്നുണ്ടാവുക. അതിൽ തന്നെ വളരെ കുറച്ച് മാത്രമേ റീട്രേസ് ചെയ്യുള്ളൂ, നേരെ സെൻട്രൽ ലൈൻ ഓഫ് ന്യൂക്ലിയസിലേക്ക് വരുന്നത്. കാരണം അത്രയും ന്യൂക്ലിയസിന്റെ സൈസ് വളരെ കുറവാണ്. അപ്പൊ അതിന്റെ ആ ഒരു സൈസിൽ എന്ന് പറഞ്ഞാൽ അതിൽ ഹെഡ് ടു ഹെഡ് വരുന്ന മാത്രമേ റീട്രേസ് ചെയ്യുള്ളൂ. അതിന്റെ കുറച്ചൊക്കെ അടുത്തുകൂടെ വരുന്നൊക്കെ മാത്രമേ സ്കാറ്റർ ചെയ്തുള്ളൂ. കുറച്ചും കൂടി അപ്പുറത്തുള്ള എല്ലാവരും നേരെ വിത്തൗട്ട് എനി ഡീവിയേഷൻ ദേ പാസ് സ്ട്രൈറ്റ് ത്രൂ ദി ഗോൾഡ് ഫോയിൽ എന്നുള്ളതാണ് ആൽഫ പാർട്ടിക്കിളിന്റെ ഒരു ട്രജക്ടറി. അത് നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി വെറുതെ കാണിച്ചു എന്നേ ഉള്ളൂ. ഇനി ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്, മറ്റൊരു ടേം ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. നമുക്ക് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പിന്നെ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആൽഫ പാർട്ടിക്കിൾ ഒരു ന്യൂക്ലിയസിലേക്ക് വരികയാണ്. കൺസിഡർ ആൻ ആൽഫ പാർട്ടിക്കിൾ ഡയറക്റ്റഡ് ടുവാർഡ്സ് ദി സെന്റർ ഓഫ് ന്യൂക്ലിയസ്. അതിനെങ്ങനെ ഹെഡ് ടു ഹെഡ് കൊളീഷന് വേണ്ടി വരികയാണ്. അപ്പൊ ഈ ആൽഫ പാർട്ടിക്കിൾ നേരെ നമ്മൾ നേരത്തെ പറഞ്ഞ ചിത്രത്തിൽ 1 എന്നുള്ള കാണിച്ച ചിത്രം ഉണ്ടല്ലോ, അതെ ആ ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത്, ഒന്നാമത്തെ ആൽഫ പാർട്ടിക്കിൾ വരുന്ന പോലെ. അപ്പോൾ ഹെഡ് ടു ഹെഡിന് വേണ്ടിയിട്ട് ഈ ആൽഫ പാർട്ടിക്കിൾ ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഇവിടെ ചിത്രത്തിൽ കാണാം 1 എന്ന് എഴുതി കൊടുത്ത് നോക്കുക, ആൽഫ പാർട്ടിക്കിൾ ഇങ്ങനെ ആറ്റോമിക് ന്യൂക്ലിയസിന് അടുത്തേക്ക് വരികയാണ്. അപ്പോൾ വരുന്നതിനനുസരിച്ച് അപ്പോൾ ആ തുടക്കത്തിൽ ആൽഫ പാർട്ടിക്കിൾ നല്ല കൈനറ്റിക് എനർജി ഉണ്ട്. അപ്പോൾ ഇതിന്റെ അടുത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, അതിന്റെ സ്പീഡ് കുറയാണോ ചെയ്യുക, കൂടുകയാണ് ചെയ്യുക, കുറയും. കാരണം എന്താ, ആൽഫ പാർട്ടിക്കിൾ പോസിറ്റീവ് ചാർജ് ആണുള്ളത്, അല്ലെ, ന്യൂക്ലിയസിനും പോസിറ്റീവ് ചാർജ് ആവും, പോസിറ്റീവും റിപ്പൽഷൻ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ അതിന്റെ അടുത്തേക്ക് വരുമ്പോൾ അതിന്റെ കൈനറ്റിക് എനർജി കുറഞ്ഞു വരും, അതിന്റെ സ്പീഡ് കുറഞ്ഞു വരും. അങ്ങനെ ഒരു പ്രത്യേക പോയിന്റിൽ എത്തുമ്പോൾ, ഇവിടെ ചിത്രത്തിൽ R0 എന്ന് കാണിച്ചിട്ടുണ്ട്, ഒരു പ്രത്യേക പോയിന്റിൽ എത്തുമ്പോൾ ഇത് പിന്നെ റിപ്പൽഷൻ കൊണ്ട് ഇതിന്റെ കൈനറ്റിക് എനർജി ബിക്കം 0 ആവും. ആൻഡ് എന്ത് ചെയ്യും, അത് റീട്രേസ് ചെയ്യും, അത് തിരിച്ചു പോകും ആൽഫ പാർട്ടികൾ. അപ്പൊ ന്യൂക്ലിയസിന്റെ അടുത്തേക്ക് ഇതിന് വരാൻ പറ്റുന്ന ഒരു മാക്സിമം ഡിസ്റ്റൻസ് ഉണ്ട്. ഇവിടെ ചിത്രത്തില് സെൻട്രൽ ലൈൻ ഓഫ് ന്യൂക്ലിയസ് അതുവരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ R0 എന്നാണ് കാണിച്ചിട്ടുള്ളത്. ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്ന് വിളിക്കുക. അപ്പോൾ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ആൽഫ പാർട്ടിക്കിൾ ഹെഡ് ടു ഹെഡിൽ ന്യൂക്ലിയസിലേക്ക് വരുമ്പോൾ അതിനെ എടുത്താൻ പറ്റുന്ന, അതിന്റെ ന്യൂക്ലിയസിന്റെ അടുത്തേക്ക് അതിന് എത്താൻ പറ്റുന്ന ദൂരം, ഏറ്റവും ചെറിയ ദൂരം, അതിനെയാണ് നമ്മൾ എന്താ വിളിക്കുക, ഡിസ്റ്റൻസ് ഓഫ്
ക്ലോസസ്റ്റ് അപ്രോച്ച്. ഇനി കുറച്ചും കൂടി എനർജിയിൽ പിന്നെ ആൽഫ പാർട്ടികൾ എടുക്കുകയാണെങ്കിലോ കുറച്ചും കൂടി അടുത്തേക്ക് വരുമായിരിക്കും. അപ്പൊ ആ പാർട്ടികൾ എനർജി തീർച്ചയായിട്ടും ആൽഫ പാർട്ടികളുടെ ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഡിപ്പെൻഡ് ചെയ്യും. കുറച്ചും കൂടി എനർജി കൂടുതലാണെങ്കിൽ കുറച്ചും കൂടി ചിലപ്പോൾ അടുത്തേക്ക് വരും. അപ്പോൾ R0ന്റെ വില ചിലപ്പോൾ കുറച്ചും കൂടി കുറയും. ഇനി എനർജി കുറച്ചും കൂടി കുറവുള്ളതാണെങ്കിലോ കുറച്ചും കൂടി അപ്പുറത്ത് തന്നെ ചിലപ്പോൾ റിഫ്ലക്ട് ചെയ്ത് പോകും. അപ്പോൾ R0ന്റെ വാല്യൂ കൂടും. അപ്പോൾ R0 എന്നുള്ളത് തീർച്ചയായിട്ടും പിന്നെ ഇതിന്റെ എനർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. ഡ്യൂ ടു കൂളം നമുക്ക് കൺസിഡർ an alpha particle directed towards the center of nucleus. Due to Coulomb force, its velocity decreases and reaches zero. And alpha particle velocity അങ്ങനെ കുറഞ്ഞ് വരും. അങ്ങനെ ഒരു പ്രത്യേക പോയിന്റിൽ അതിന്റെ കൈനറ്റിക് എനർജി സീറോ ആവും. കൈനറ്റിക് എനർജി സീറോ കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോകും. ആ സമയത്ത് കൈനറ്റിക് എനർജി സീറോ ആകുന്ന പോയിന്റിലേക്ക് ഇതിന്റെ സെന്ററിൽ നിന്നുള്ള ദൂരത്തിനാണ് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്ന് വിളിക്കുക. അറ്റ് സം ഡിസ്റ്റൻസ് R0 from the nucleus, its kinetic energy becomes zero and returns back. It is called the distance of closest approach. At this distance, the total kinetic energy of the particle is converted to electrical potential energy. അപ്പോൾ ആ സമയത്ത് അതിന്റെ മൊത്തം കൈനറ്റിക് എനർജി എന്താക്കി മാറ്റിയിട്ടുണ്ടാവും? പൊട്ടൻഷ്യൽ എനർജി ആക്കി മാറ്റിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞത് ഒരു പിന്നെ ആൽഫ പാർട്ടികൾ ന്യൂക്ലിയസിന്റെ അടുത്തേക്ക് വരികയാണ്. ന്യൂക്ലിയസിന്റെ അടുത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ അതിന്റെ കൈനറ്റിക് എനർജി കുറഞ്ഞ് ഒരു പ്രത്യേക പോയിന്റിൽ സീറോ ആവും. പിന്നെ അത് തിരിച്ചു പോകും. ആ ഒരു ഡിസ്റ്റൻസിനെയാണ് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്ന് വിളിക്കുക. ആ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ചിൽ ഇതിന്റെ ടോട്ടൽ കൈനറ്റിക് എനർജി എന്താക്കി മാറ്റിയിട്ടുണ്ടാവും? പൊട്ടൻഷ്യൽ എനർജി ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ടാവും. വീണ്ടും തിരിച്ചു പോകുമ്പോൾ വീണ്ടും കൈനറ്റിക് എനർജി ഇങ്ങനെ കൂടി പൊട്ടൻഷ്യൽ എനർജി കുറയും. കൈനറ്റിക് എനർജി നമ്മൾ സാധാരണ ഒരു ഫ്രീലി ഫാളിംഗ് ബോർഡിന്റെ പോലെ തന്നെ ഏറ്റവും മുകളിൽ നമുക്ക് അതിന് പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആണ്. പിന്നെ അടിയിലേക്ക് ഇങ്ങനെ വരുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഇങ്ങനെ കുറയും. കൈനറ്റിക് എനർജി ഇങ്ങനെ കൂടി നിലത്തെത്തുമ്പോൾ പിന്നെ അതിന്റെ മൊത്തം അതിന്റെ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ തുടക്കത്തിൽ ഫുൾ ആയിട്ട് കൈനറ്റിക് എനർജി ആണുള്ളത്. അതിങ്ങനെ ന്യൂക്ലിയസിന്റെ അടുത്തേക്ക് വരുമ്പോൾ കൈനറ്റിക് എനർജി ഇങ്ങനെ കുറയും. അതിനനുസരിച്ച് പൊട്ടൻഷ്യൽ ഇങ്ങനെ കൂടും. അങ്ങനെ കൂടി ഒരു പോയിന്റിൽ എത്തുമ്പോൾ കൈനറ്റിക് എനർജി സീറോ, പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരിക്കും. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ വീണ്ടും കൈനറ്റിക് എനർജി കൂടും. അതിനനുസരിച്ച് പൊട്ടൻഷ്യൽ എനർജി കുറയും. തീർച്ചയായിട്ടും അവിടെ മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് ആയിരിക്കും. ഓക്കെ, നമുക്ക് ഇനി അതിന്റെ ഒരു ഇക്വേഷനും കൂടി ഉണ്ടാക്കാം. നോക്കൂ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് R0 ഡ്യൂ ടു ദ ന്യൂക്ലിയസ്. ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷൻ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം ഇത് ഒന്നാമത്തെയും രണ്ടാമത്തെയും ഫിസിക്സിലെ +2 ഫിസിക്സിലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ചാപ്റ്ററിലൊക്കെ പറയുന്ന ചില കാര്യങ്ങളാണ്. രണ്ടാമത്തെ ചാപ്റ്ററിന്റെ പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. അവിടെ നമ്മൾ പഠിക്കുന്ന ഒരു ഇക്വേഷൻ ആണിത്, പൊട്ടൻഷ്യൽ. നമ്മൾ സ്കൂളിൽ അത് ഡിസ്കസ് ചെയ്തിട്ടില്ല. എന്നാലും നമ്മൾ പിന്നെ വിക്ടേഴ്സ് ചാനലിലൂടെ അത് നിങ്ങൾ ഓൾറെഡി കേട്ടതായിരിക്കും. ഇനി കേട്ടിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, നമുക്ക് ഈ ഒരു ഇക്വേഷൻ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇക്വേഷൻ ആണത് 1/4πε0. ε0 എന്നാണ് ആ കോൺസ്റ്റന്റ് പേര്, അതൊക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവും. അതിന്റെ വാല്യൂ 8.85 × 10⁻12 ആണ്. ഇലക്ട്രിക് പെർമിറ്റിവിറ്റി എന്നാണ് നമ്മൾക്ക് അതിനെ വിളിക്കുക. അപ്പോ പിന്നെ നമ്മൾ പറഞ്ഞത് 1/4πε0 അതോടൊപ്പം കോൺസ്റ്റന്റ് ആണ്. 1/4πε0 1/4πε0 മൊത്തത്തിൽ വാല്യൂ 9 × 10⁻9 എന്നൊക്കെയാണ് വരിക. അതൊക്കെ നമ്മൾ പിന്നെ ഒന്നാമത്തെ രണ്ടാമത്തെ ചാപ്റ്ററിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇക്വേഷൻ V = 1/4πε0 ZE/R0. ZE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയസിന്റെ ചാർജ് ആണ് കിട്ടേണ്ടത്. ന്യൂക്ലിയസിന്റെ ആറ്റോമിക് നമ്പർ നമ്മൾ Z എന്ന് എടുത്തു. സാധാരണ ആറ്റോമിക് നമ്പർ നമ്മൾ Z, മാസ് നമ്പർ നമ്മൾ സാധാരണ ക്യാപിറ്റൽ ലെറ്റർ A ആണ് ഉപയോഗിക്കുക. X എന്നുള്ളൊരു എലമെന്റ് ആണ് X, ZA അങ്ങനെയൊക്കെയാണ് സാധാരണ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ Z നമ്പർ എന്ന് പറഞ്ഞാൽ ആറ്റോമിക് നമ്പർ ആണ്. ആറ്റോമിക് നമ്പർ ആണ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് വിച്ച് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ന്യൂക്ലിയസിന്റെ ചാർജ് കിട്ടണമെങ്കിൽ ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ളത് പ്രോട്ടോണും ന്യൂട്രോണും ആണ്. ന്യൂട്രോണിന് ചാർജ് ഇല്ല, പ്രോട്ടോണിന് മാത്രമേ ചാർജ് ഉള്ളൂ. എത്ര പ്രോട്ടോണാണ് ഒരു ന്യൂക്ലിയസിൽ ഉണ്ടാവുക? ആറ്റോമിക് നമ്പർ അല്ലെ. അപ്പോൾ പിന്നെ ഇപ്പൊ സോഡിയം ആണെങ്കിൽ സോഡിയത്തിന്റെ ആറ്റോമിക് നമ്പർ 11 ആണ്. അപ്പൊ എത്ര പ്രോട്ടോൺസ് ഉണ്ടാവും? 11 പ്രോട്ടോൺസ് ഉണ്ടാവും, 11 ഇലക്ട്രോൺസും ഉണ്ടാവും. ഒരു പ്രോട്ടോണിന്റെ ചാർജ് എത്ര? +E അല്ലെ. ഒരു ഇലക്ട്രോണിക് ചാർജ് ഇലക്ട്രോണിന്റെ ചാർജും പ്രോട്ടോണിന്റെ ചാർജും തുല്യമാണ്. ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ്, പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ആണ്, അത്രേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ ന്യൂക്ലിയസ് എടുത്തു, അതിന്റെ ആറ്റോമിക് നമ്പർ Z ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ടോട്ടൽ ചാർജ് എങ്ങനെ കിട്ടുക? Z ഇൻറ്റു അതിന്റെ ആറ്റോമിക് നമ്പർ ഇൻറ്റു ഒരു ഇലക്ട്രോണിന്റെ ചാർജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ അത്രയും പ്രോട്ടോണിന്റെ ടോട്ടൽ ചാർജ് കിട്ടും. ZE ബൈ ആ ഡിസ്റ്റൻസ് നമ്മൾ R0 എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇക്വേഷൻ 1/4πε0 ZE/R0 ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇത് നിങ്ങൾ പഠിക്കുക. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. നമുക്ക് ഒന്നാമത്തെ രണ്ടാമത്തെ ചാപ്റ്ററിലൊക്കെ നമ്മൾ ഇത് പറയുന്നതാണ്. അതൊന്നും കൂടി ക്ലിയർ ആവും അവിടെ എത്തുമ്പോൾ. ഇപ്പോൾ നമ്മൾ തൽക്കാലം ഇങ്ങനത്തെ ഇക്വേഷൻ ഉണ്ട് എന്ന് ഓർത്ത് വെച്ചാൽ മതി. 1/4πε0 ZE/R0. അപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി കിട്ടണം. പൊട്ടൻഷ്യൽ എനർജി കിട്ടണമെങ്കിൽ പൊട്ടൻഷ്യലിന് ചാർജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു 1/4πε0 ZE/R0 ഇൻറ്റു
ചാർജ് എന്ന് പറഞ്ഞാൽ ആൽഫ പാർട്ടിക്കിൾ ആണ് വരുന്നത്. ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഹീലിയം ന്യൂക്ലിയസിന് ഈക്വൽ ആണ്. ഹീലിയത്തിന്റെ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പ്രോട്ടോണിന്റെ ചാർജിന് ഈക്വൽ ആണ്. അപ്പൊ 2 × 2e എന്ന് വരും ചാർജ്. അപ്പൊ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1/4πε0 ZE × 2e/r0 എന്ന് വരും. ഇനി കൈനറ്റിക് എനർജി ആണെങ്കിലോ ഹാഫ് mv², അല്ലെ? അപ്പൊ നമ്മൾ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ചിൽ നമ്മൾ പറഞ്ഞ r0 എന്നുള്ള ഡിസ്റ്റൻസിൽ ഇതിന്റെ മൊത്തം കൈനറ്റിക് എനർജി എന്തായിട്ട് മാറ്റിയിട്ടുണ്ടാവും? പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ കൈനറ്റിക് എനർജി ഈക്വൽ ടു നമുക്ക് പൊട്ടൻഷ്യൽ എനർജി എന്ന് കൊടുക്കാൻ പറ്റും. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ കൈനറ്റിക് എനർജി ഹാഫ് mv² ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ 1/4πε0 ZE × 2e/r0. അത് നമുക്ക് r0ന്റെ ഇക്വേഷൻ ഉണ്ടാക്കാം. സോ r0 ഈക്വൽ ടു 1/4πε0 ZE × 2e/12 mv². ZE × 2e എന്ന് പറഞ്ഞാൽ 2ZE² എന്ന് എഴുതാട്ടോ. നമ്മള് പിന്നെ അങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. അപ്പോ നമ്മൾ പറഞ്ഞ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ചിന്റെ ഇക്വേഷന് 1/4πε0 അത് തീർച്ചയായിട്ടും ഒരു കോൺസ്റ്റന്റ് ആണ്. Z എന്ന് പറഞ്ഞാൽ നമ്മൾ ടാർജറ്റ് ന്യൂക്ലിയസിന്റെ ആറ്റോമിക് നമ്പർ അതിനെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ വരുന്ന ആൽഫ പാർട്ടികളുടെ ചാർജാണ് 2e, പിന്നെ ഹാഫ് mv² വരുന്ന ആൽഫ പാർട്ടിക്കൽ എനർജിയാണ്. അപ്പൊ ആൽഫ പാർട്ടിക്കൽ എനർജി കൂടുമ്പോൾ തീർച്ചയായിട്ടും r0 കുറയും. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ഇതാണ് r0ന്റെ ഇക്വേഷൻ 1/4πε0 ZE × 2e/12 mv². ഇക്വേഷൻ ബോക്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്താണ് എന്നുള്ളതാണ് പറഞ്ഞത്. ദ റേഡിയസ് ഓഫ് ന്യൂക്ലിയസ് മസ്റ്റ് ബി സ്മോളർ ദാൻ r0. അപ്പൊ ന്യൂക്ലിയസിന്റെ ഒരു സൈസിനെ പറ്റി ഒരു ഐഡിയ ഒക്കെ കിട്ടും നമുക്ക് ഏത് കിട്ടിയാൽ ഈ r0ന്റെ വാല്യൂ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ. കാരണം ആൽഫ ചിത്രത്തിൽ കണ്ടാൽ അറിയാം ആൽഫ പാർട്ടിക്കിൾ വരുമ്പോൾ ആൽഫ പാർട്ടിക്കിൾ എനർജി നല്ല എനർജി ഉണ്ടെങ്കിൽ പോലും മാക്സിമം ന്യൂക്ലിയസ് വരെ വരാനേ കഴിയുള്ളൂ. അപ്പോൾ ഇതിന് എന്തായാലും റിപ്പൽ ചെയ്ത് പോകും. അപ്പൊ കാരണം ന്യൂക്ലിയസിന് അത്രയും ചാർജ് ഉണ്ട്. ന്യൂക്ലിയസ് നമ്മൾ ഗോൾഡ് ഒക്കെയാണ് എടുക്കുന്നത്. ഗോൾഡിന്റെ ആറ്റോമിക് നമ്പർ 79 ആണ്. അപ്പൊ 79 പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു സാധനമാണ് ന്യൂക്ലിയസ്. വരുന്ന ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ 2 പോസിറ്റീവ് ചാർജേ ഉള്ളൂ. അപ്പൊ എന്തായാലും അതിനെ റിപ്പൽ ചെയ്ത് വിടും. അപ്പൊ മാക്സിമം നല്ല എനർജി ഉള്ള ആൽഫ പാർട്ടിക്കിൾ ഉപയോഗിച്ചാൽ പോലും അതിന്റെ ന്യൂക്ലിയസിന്റെ സർഫസ് വരെ മാക്സിമം വരാൻ കഴിയുള്ളൂ. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ദ റേഡിയസ് ഓഫ് ന്യൂക്ലിയസ് must be smaller than r0. അപ്പൊ നമുക്ക് r0 കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പവർഫുൾ വേ ടു ഡിറ്റർമിൻ ദ അപ്പർ ലിമിറ്റ് ഓഫ് സൈസ് ഓഫ് ന്യൂക്ലിയസ്. അപ്പൊ ന്യൂക്ലിയസിന്റെ സൈസ് ഒക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് തീർച്ചയായിട്ടും ഈ r0ന്റെ വാല്യൂ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് റൂദർഫോർഡ് ആറ്റോമിക് സൈസ് എന്ന് പറഞ്ഞാൽ 10⁻⁻10ലും ന്യൂക്ലിയസിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ 10⁻⁻15 മീറ്ററിന്റെ ഓർഡറിലാണ് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് റൂദർഫോർഡ് പറഞ്ഞത്. അപ്പോൾ നമ്മളിവിടെ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് ആണ് പറഞ്ഞത്. ഒരു ടേം കൂടി നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. ഇമ്പാക്ട് പാരാമീറ്റർ. ഇമ്പാക്ട് പാരാമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞ സെൻട്രൽ ലൈൻ ഓഫ് ന്യൂക്ലിയസ് എടുത്തു. ന്യൂക്ലിയസിന്റെ സെൻട്രൽ ലൈൻ നമ്മളവിടെ ഡോട്ടഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു ആൽഫ പാർട്ടികൾ വരികയാണ്. ഈ ആൽഫ പാർട്ടികൾ ചിലപ്പോൾ സെൻട്രൽ ലൈനിൽ കൂടെ തന്നെ വരും. സെൻട്രൽ ലൈനിൽ കൂടെ തന്നെ വന്നാൽ നേരെ തിരിച്ചു പോകും. കുറച്ചും കൂടി നമ്മൾ അപ്പുറത്ത് കൂടെ കുറച്ച് ഡീവിയേറ്റ് ചെയ്ത് വരികയാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യാം. അപ്പോൾ ആൽഫ പാർട്ടികൾ അങ്ങനെ നേരെ വന്നിട്ട് നേരെ ഇങ്ങനെ വരും. നേരെ എത്തുന്നതിനനുസരിച്ച് ന്യൂക്ലിയസിന്റെ പോസിറ്റീവ് ചാർജ് ഉള്ളതുകൊണ്ട് ആൽഫ പാർട്ടികളും പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ചില പോയിന്റിൽ അത് ഡിഫ്ലക്ട് ചെയ്തു. കുറച്ചും കൂടി അപ്പുറത്ത് കൂടെ വരികയാണെങ്കിൽ എന്താ സംഭവിക്കുക? ചിലപ്പോൾ നേരെ തന്നെ ആയിരിക്കും കടന്നു പോകുന്നുണ്ടാവുക. ഈ പിന്നെ സെൻട്രൽ ലൈൻ ഓഫ് ന്യൂക്ലിയസ് മുതൽ ആൽഫ പാർട്ടിക്കിന്റെ ഇനീഷ്യൽ വെലോസിറ്റി തുടക്കത്തിലുള്ള ആൽഫ പാർട്ടിക്കിളുടെ ഡയറക്ഷൻ നമ്മൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഇമ്പാക്ട് പാരാമീറ്റർ ചിത്രത്തിൽ ബി എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇമ്പാക്ട് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ദ ഡിസ്റ്റൻസ്, ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഏതൊക്കെ തമ്മിലാണ് ദ സെൻട്രൽ ലൈൻ ഓഫ് ന്യൂക്ലിയസ് ആൻഡ് ദ ഇനീഷ്യൽ ഡയറക്ഷൻ ഓഫ് ആൽഫ പാർട്ടിക്കിൾ. സോ ഇറ്റ് ഈസ് എ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ദി ഇനീഷ്യൽ വെലോസിറ്റി വെക്ടർ ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഫ്രം ദി സെൻട്രൽ ലൈൻ ഓഫ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന്റെ സെൻട്രൽ ലൈനും ഇനീഷ്യൽ വെലോസിറ്റി, ഇനീഷ്യൽ ഡയറക്ഷൻ ഓഫ് ആൽഫ പാർട്ടിക്കിൾ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഇമ്പാക്ട് പാരാമീറ്റർ എന്ന് വിളിക്കുക. അപ്പൊ ഇമ്പാക്ട് നോക്കുമ്പോൾ ചിത്രത്തിലുള്ള ഇമ്പാക്ട് പാരാമീറ്റർ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ കുറച്ചും കൂടി ഇമ്പാക്ട് പാരാമീറ്റർ കുറച്ചു എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അടിയിക്ക് വന്നു, ഈ സെൻട്രൽ ലൈൻ ഓഫ് ന്യൂക്ലിയസിന്റെ അടുത്ത് വന്നു. അപ്പൊ ഇമ്പാക്ട് പാരാമീറ്റർ കുറച്ചും കൂടി കുറച്ച് കഴിഞ്ഞാൽ സ്കാറ്ററിംഗ് ആംഗിൾ എന്താ ചെയ്യുക? അവിടെ ചിത്രത്തിൽ തീറ്റ കാണിച്ചിട്ടുണ്ട്. സ്കാറ്ററിംഗ് ആംഗിൾ എന്താ ചെയ്യുക? കൂടുകയാണ് ചെയ്യുക, അല്ലെ? ഇനി ഇമ്പാക്ട് പാരാമീറ്റർ 0 ആയി. ഇമ്പാക്ട് പാരാമീറ്റർ 0 എന്ന് പറഞ്ഞാൽ സെന്ററിൽ കൂടെ തന്നെ വന്നു. ആൽഫ പാർട്ടിക്കിൾ സെൻട്രൽ കൂടെ തന്നെ വന്നാൽ എന്താ സംഭവിക്കുക? നേരെ റീട്രേസ് ചെയ്യും. അപ്പൊ ആൽഫന്റെ തീറ്റന്റെ വാല്യൂ എത്ര വരും? 180 ഡിഗ്രി നേരെ തിരിച്ചു പോകും. ഇനി ബിന്റെ വാല്യൂ കൂടുകയാണെങ്കിൽ കുറച്ചും കൂടി അപ്പുറത്ത് കൂടെയാണ് ആൽഫ പാർട്ടിക്കിൾ വരുന്നത്. അപ്പൊ എന്താ സംഭവിക്കുക പറയേ? അപ്പോ ആൽഫ പാർട്ടിക്കിളിൽ നേരെ കടന്നു പോകും, അല്ലെ? തീറ്റന്റെ വാല്യൂ കുറയും. അപ്പൊ ബി കൂടുമ്പോൾ തീറ്റന്റെ വാല്യൂ കുറയും, ബി കുറയുമ്പോൾ തീറ്റന്റെ വാല്യൂ കൂടും. നമുക്ക് മനസ്സിലാവും. നോക്കൂ, when b is large the scattering angle theta is small. When b is small the scattering angle theta is large. For head on collision, head to head collision scattering ആംഗിൾ 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ബിന്റെ വാല്യൂ, ഇമ്പാക്ട് പാരാമീറ്ററിന്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പൊ നമ്മൾ ഇത്രയും ഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നമ്മൾ നോക്കൂ, ആറ്റംസ് എന്നുള്ള വളരെ സിമ്പിൾ ചാപ്റ്റർ ആണ്. തോംസൺ മോഡൽ ഓഫ് ആറ്റം ജസ്റ്റ് ഒന്ന് പറഞ്ഞു, അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല.
പിന്നെ നമ്മൾ റൂദർഫോർഡ് മോഡൽ ഓഫ് ഫാറ്റ് ആണ് പറയുന്നത്. അതിന്റെ ഒരു പിന്നെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ഒക്കെ നമ്മൾ പറഞ്ഞു. ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ്, ആ എക്സ്പെരിമെന്റിന്റെ ചിത്രം, ആ എക്സ്പെരിമെന്റ് ഒക്കെ ഒന്ന് ചെയ്താൽ കഴിയണം. പിന്നെ അതിന്റെ നമ്മൾ ഒബ്സർവേഷൻ പറഞ്ഞു, അതിൽ നിന്നുള്ള ഇൻഫറൻസുകളും പറഞ്ഞു. പിന്നെ നമ്മൾ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ചും അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞത് ഇമ്പാക്റ്റ് പാരാമീറ്റർ. ഇത്തരം കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ അല്ലേ? എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.